സൗത്ത് ആഫ്രിക്കൻ ടീമിനെ സഞ്ജു പഞ്ചറാക്കി. ഏകദിന പരമ്പര ഈസി ആയിട്ട് നേടാമെന്നായിരുന്നു സൗത്ത് ആഫ്രിക്ക വിചാരിച്ചത്. എന്നാൽ സഞ്ജു അത് പൊളിച്ച് കയ്യിൽ കൊടുത്തു. സെഞ്ചുറി പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത്. ഇന്നത്തേതൊരു ഫൈനൽ പോരാട്ടമായിരുന്നു. ജയിക്കുന്നവർക്ക് പരമ്പര കിട്ടിയേനെ. എന്നാൽ സഞ്ജു ഇന്ത്യയുടെ പരമ്പര വിട്ടുകൊടുക്കാൻ ഒരുക്കമില്ലായിരുന്നു. ക്യാപ്റ്റനായ രാഹുൽ വരെ തോറ്റുമടങ്ങി. എന്നാൽ സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. മികച്ച വിജയമാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്നത്തെ ഇന്ത്യയുടെ കളി കണ്ട് സൗത്ത് ആഫ്രിക്കൻ ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ഇന്ന് കുറച്ച് ടാർഗറ്റ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും സൗത്ത് ആഫ്രിക്കൻ ടീമിനെ ജയിക്കാൻ സാധിച്ചില്ല. ഇന്ത്യൻ ബോളേഴ്സ് അവരെ എറിഞ്ഞിട്ടു. 218 റൺസിൽ സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ടായി. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് സൗത്ത് ആഫ്രിക്കൻ ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്തൊരു മികച്ച കളിയാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത്, പ്രത്യേകിച്ച് സഞ്ജു സാംസൺ. ഇന്നത്തെ കളി തോൽക്കാൻ കാരണം അത് സഞ്ജുവാണ്. അവൻ്റെ സെഞ്ചുറി പ്രകടനമാണ് സൗത്ത് ആഫ്രിക്കൻ ടീമിന് പണിയായത്. സഞ്ജുവിൻ്റെ കളി ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. വളരെ മനോഹരമായിട്ടാണ് സഞ്ജു കളിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ എല്ലാവരും പകച്ചുപോയപ്പോൾ സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു. വേൾഡ് കപ്പിൽ സഞ്ജു കളിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്ത്യ ചെയ്തത് മണ്ടത്തരമാണ്. സഞ്ജുവിനെ ഇന്ത്യക്ക് കിട്ടിയത് അവരുടെ ഭാഗ്യമാണ്. സഞ്ജുവിന് ഇനിയും അവസരം കൊടുത്താൽ അവൻ ഒരുപാട് റെക്കോർഡുകൾ തിരുത്തി കുറിക്കും. സൗത്ത് ആഫ്രിക്ക കളി തോറ്റതിൽ വിഷമമുണ്ട്. കളി ജയിച്ച ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് സൗത്ത് ആഫ്രിക്കൻ ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഇന്ത്യ ഏകദിന പരമ്പര സ്വന്തമാക്കി. ഇനി വരാനിരിക്കുന്നത് ടെസ്റ്റ് സീരീസാണ്. ഇന്നത്തെ മാച്ച് മലയാളി ആരാധകരെ ആവേശത്തിലാക്കി. മലയാളികളുടെ അഭിമാനമാണ് സഞ്ജു വാനോളം ഉയർത്തിയത്. സെഞ്ചുറി പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത്. സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കണ്ട് ക്രിക്കറ്റ് ആരാധകർ ഞെട്ടിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് സഞ്ജുവിൻ്റെ കാലമാണ് വരാനിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.